തമിഴ്നാട്ടില് ദളപതി വിജയുടെ TVK തന്നെ ഭരണം പിടിക്കുമെന്നൊരു സർവേ കണ്ടിരുന്നോ? അത് കണ്ടപ്പോൾ ശരിക്കും അഭിരാമി ഞെട്ടിയില്ലേ? ഞാൻ എന്തായാലും ഞെട്ടിയില്ല. ഈ TVK തമിഴകത്ത് വമ്പൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഈ ദളപതി എഫക്ട് ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് വാദിച്ചവരാണ് ഇപ്പോൾ ശരിക്കും ഞെട്ടിയിരിക്കുന്നത്. അതിന് പ്രധാന കാരണം പുറത്തു വന്ന കൂടുതൽ സർവേ ഫലങ്ങളും ഈ DMKയുടെ ഭരണ തുടർച്ചയാണ് പ്രവചിച്ചതെങ്കിലും ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ആക്സിസ് മൈ ഇന്ത്യ നടത്തിയ സർവേയിൽ TVK ഒറ്റയ്ക്ക് ഭരണം പിടിക്കുമെന്ന് പറഞ്ഞതാണ് ഇക്കൂട്ടരെ ശരിക്കും അമ്പരപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യ ടുഡേ ഒരു സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടതോടെ തമിഴ്നാട്ടിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിലും അത് വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 98 മുതൽ 120 സീറ്റുകൾ വരെ TVK ഒറ്റക്ക് നേടുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ ആ ഒരു സർവേയിൽ പറയുന്നത്. ഈ ഒരു സർവേ പ്രകാരം DMKയുടെ വിശാല സഖ്യം 92 മുതൽ 110 സീറ്റുകൾ വരെയാണ് നേടുക. ഈ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള അണ്ണാ DMKക്ക് 22 മുതൽ 32 സീറ്റുകൾ വരെ മാത്രമേ സർവേയിൽ പ്രവചിച്ചിട്ടുള്ളൂ. TVKക്കും DMK സഖ്യത്തിനുമായി 35% വോട്ട് വീതമുണ്ടെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രദീപ് ഗുപ്ത ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ജനസംഖ്യയുടെ 42% വരുന്ന 18നും 39നും ഇടയിൽ പ്രായമുള്ള യുവ വോട്ടർമാർക്കിടയിൽ TVKയുടെ ശക്തമായ പ്രകടനമാണ് TVKയുടെ മുന്നേറ്റത്തിന് കാരണമെന്നാണ് സർവേയിലൂടെ വെളിവായിരിക്കുന്നത്. ഈ സ്ത്രീകളുടെ വോട്ടും വലിയ രൂപത്തിലാണ് TVKക്ക് ലഭിച്ചിരിക്കുന്നത്. വിജയ് അടുത്ത MGR ആയി ഉയർന്നു വരുന്നുണ്ടോ എന്ന ചോദ്യം ഉയർന്നപ്പോൾ ഗുപ്ത പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഈ ഒരു സർവേ ഫലം കാണിക്കുന്നത് എന്നതാണ്. ഈ ആന്ധ്രയിലെ NTRഉം തമിഴകത്തെ MGRഉം സിനിമയിലൂടെ രാഷ്ട്രീയത്തിലെത്തി ഭരണം പിടിച്ച് മുഖ്യമന്ത്രിയായവരാണ്. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ തകർത്ത് അന്ന് NTRഉം MGRഉം നേടിയ വിസ്മയ വിജയമാണ് ആക്സിസ് മൈ ഇന്ത്യ സർവേ ഫലം ശരിയായാൽ തമിഴകത്ത് എന്തായാലും സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു അട്ടിമറി സംഭവിച്ചാൽ അത് ദളപതി വിജയുടെയും TVKയുടെയും മധുരമായ പ്രതികാരം കൂടിയായിട്ട് മാറും. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ അധികാരത്തിൽ പങ്കുതരുമെന്ന് വാഗ്ദാനം നൽകി തങ്ങളോടൊപ്പം ചേരാൻ വിജയ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിച്ചിരുന്നുവെങ്കിലും ഒരു ഈർക്കിൽ പാർട്ടി പോലും TVKയോട് സഖ്യം ചേരാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. അതിന് പ്രധാന കാരണം ദ്രാവിഡ പാർട്ടികളുടെ ഒരു ഇടപെടൽ തന്നെയായിരുന്നു. ഈ ദളപതിയെ കാണാൻ വരുന്ന കൂട്ടം വോട്ടാകില്ലെന്നൊരു പ്രചരണവും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിച്ചിരുന്നു. അങ്ങനെ തീർത്തും ഒറ്റപ്പെട്ട TVK ഒറ്റക്ക് മത്സരിക്കാൻ പിന്നീട് നിർബന്ധിതരാവുകയാണ് ഉണ്ടായത്. ഈ കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലം ആയുധമാക്കി ഭരണകൂടം ദളപതിയുടെ പ്രചരണ പരിപാടികൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് മൂലം തമിഴകത്ത് വലിയ രൂപത്തിൽ പ്രചരണം നടത്താൻ പോലും ദളപതിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്തിനേറെ പറയണം, ഈ തമിഴ്നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരിൽ ഭൂരിപക്ഷം പേരും വിജയ് ഒരു ഘടകമല്ല എന്ന രൂപത്തിലാണ് തെരഞ്ഞെടുപ്പ് കഴിയും വരെ വിലയിരുത്തൽ നടത്തിയിരുന്നത്. ഇതിൽ ചിലർ വിജയ് 10 മുതൽ 20% വരെ വോട്ട് പിടിക്കുമെന്ന് മാറ്റി പറഞ്ഞെങ്കിലും 10ൽ കുറവ് സീറ്റുകൾ മാത്രമാണ് പ്രവചിച്ചിരുന്നത്. ഇവരൊക്കെ ഇപ്പോൾ അണ്ടിപോയ അണ്ണാന്റെ അവസ്ഥയിലാണ് ശരിക്കും ഉള്ളത്.